ഇന്നത്തെ വികസിത സമൂഹത്തിലേക്കുള്ള ആധുനിക മനുഷ്യന്റെ പ്രയാണം ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഭൗതികമായ ഏറെ വികസന ഘട്ടങ്ങൾ പിന്നിട്ട ആധുനിക പരിണാമ പ്രക്രിയ ഇന്നെത്തി നിൽക്കുന്നത് അനന്തമായ സാധ്യതകളോടുകൂടിയ ഒരു തുറന്ന ലോകത്താണ്. ഏറെ നേട്ടങ്ങളുടെ കൊടുമുടിയിലായിരിക്കുന്ന ആധുനിക ലോകത്തിൽ സാങ്കേതികവും വിനിമയപരവുമായ പെട്ടെന്നുള്ള വളർച്ച സമ്മാനിച്ച ഏറെ കുറവുകളും ദൃശ്യമാണ്. എന്നാൽ മൂല്യശോഷണത്തിന്റെ പടുകുഴിയിൽ നിന്നും മാനവരാശിയെ അകറ്റി നിർത്തുന്ന ആത്മീയമായ ഏറെ മുന്നേറ്റങ്ങളും ഇവിടെ ശ്രദ്ധേയമാണ്. ഓരോ കാലങ്ങളിലും ഈ സമൂഹത്തെ ദൈവിക പദ്ധതികൾക്കനുസൃതമായി കരം പിടിച്ച് നടത്തുവാൻ തക്ക ശക്തമായ വ്യക്തിത്വങ്ങൾ നമുക്കിടയിലുണ്ടായിരുന്നു. ഒരുപക്ഷെ പലപ്പോഴും മുഖ്യധാരയിൽ നിന്ന് അകന്നു നിന്നിരുന്നുവെങ്കിലും തങ്ങളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് അനേക തലമുറകൾക്ക് ആത്മീയ ബോധ്യങ്ങളും ഉറച്ച ജീവിത വീക്ഷണങ്ങളും പകർന്നു നൽകി ഈ സമൂഹത്തെ മുന്നോട്ട് നയിച്ച ചിലർ. ആധുനിക ലോകം ആത്മാക്കൾക്ക് സമ്മാനിക്കുന്ന വിഷവികിരണങ്ങളിൽ നിന്നും എക്കാലവും ക്രിസ്തുവിന്റെ സമൂഹത്തെ വേർതിരിച്ചു നടത്തിയ ആ പുണ്യാത്മാക്കൾക്ക് പ്രണാമം. ഏകദേശം അരനൂറ്റാണ്ടുകാലം മുൻപുള്ള മലബാറിലെ ഒരു കുടിയേറ്റ ഗ്രാമം. ആയിരത്തി 1940കളിൽ ശക്തി പ്രാപിച്ച മറ്റു മലബാർ കുടിയേറ്റ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ കലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് ആ നാടിൻ്റേത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ ആരംഭിച്ച ചില ഭൂജന്മിമാർ തമ്മിലുള്ള തർക്കങ്ങൾ ആ നാട്ടുകാരെ കേസുകളിലേക്കും തുടർന്ന് ജയിൽവാസത്തിലേക്കും വരെ എത്തിച്ചിരുന്നു. പിന്നീട് അല്പമൊന്ന് ശാന്തമായപ്പോൾ 1960കളിൽ അവിടെ ഒരു ഡാം പണിയുവാനായി സർക്കാർ തീരുമാനമുണ്ടായി. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ജനവാസ കേന്ദ്രത്തിൽ പണിയുവാൻ നിശ്ചയിക്കപ്പെട്ട അണക്കെട്ട്. വീണ്ടും കുടിയിറക്കിന്റെ ആശങ്കകളും എല്ലാം നഷ്ടപ്പെടുവാൻ പോകുന്നതിന്റെ ആകുലതകളും നിറഞ്ഞു നിന്നിരുന്ന ആ നാട്ടിലേക്ക് കർത്താവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അഭിഷിക്തൻ എത്തിച്ചേർന്നു. തുടർന്നങ്ങോട്ട് ആ ദേശത്തിന്റെ ചരിത്രം തിരുത്തി എഴുതപ്പെടുകയായിരുന്നു. സവിശേഷമായ ചില ദൈവിക പദ്ധതികൾ അവിടെ ആരംഭിക്കുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൂഴിയായിരുന്നു ആ ദേശം. ആയിരത്തി 1970 മുതൽ 83 വരെയുള്ള 13 വർഷക്കാലം ഒരു വലിയ സമൂഹത്തിന് മുഴുവൻ മാർഗദർശിയായി മാറിയ ഫാദർ അഗസ്റ്റിൻ തുരുത്തിമറ്റമായിരുന്നു ആ വൈദികൻ. ആയിരത്തി 1929 ജനിച്ച് തന്റെ 75ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഒരു സാധാരണ ഇടവക വൈദികൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എടുത്തു പറയത്തക്കതായ മൂലധനം ഏറെ ശാരീരിക ബലഹീനതകളായിരുന്നു. തീരെ ചെറുപ്പകാലം മുതൽ ഒപ്പമുള്ള സകലരിലും നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് പ്രധാനമായും അനാരോഗ്യകരമാം വിധം മെലിഞ്ഞ ശരീരപ്രകൃതിയും ഒരിക്കലും ചികിത്സകർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഏറെ ആരോഗ്യ പ്രശ്നങ്ങളുമാണ്. ഒരുപക്ഷെ ആ അനാരോഗ്യാവസ്ഥകളുടെ പേരിൽ ജീവിതകാലം മുഴുവനും കഴിവുകെട്ടവനും പുറം ലോകമറിയാത്തവനുമായി
ഇരുട്ടറയിൽ തള്ളി നീക്കപ്പെടുമായിരുന്ന ആ ജീവിതത്തെ ദൈവം ഏറ്റെടുത്തപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. അനേക ലക്ഷം ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്കായി ദൈവം ആ മനുഷ്യനെ എടുത്തുപയോഗിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം വർഷങ്ങൾക്കിപ്പുറം ആ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വിവരണാതീതവും അവിസ്മരണീയവുമായ അനവധി വിസ്മയങ്ങൾ ആ ജീവിതത്തിൽ നാം തിരിച്ചറിയുന്നു. ഞങ്ങളുടെ കുടുംബം പാലാ ചേർപ്പങ്കൽ ആണ് തുടക്കമിടുന്നത്. ഇവിടെ നിന്നും പാലാ കാഞ്ഞിരമറ്റം ഇടവകയിലേക്ക് വല്യപ്പൻ മാറി താമസിച്ചതാണ്. അവിടെ നിന്ന് എൻ്റെ അപ്പനും 2 അനുജന്മാരും കൂടി എരുമേലിയിലേക്ക് കുടിയേറിപ്പാർത്തു. അവിടെ വനമായിരുന്നു. അതൊക്കെ വെട്ടിത്തെളിച്ച് കൃഷികളൊക്കെ ചെയ്ത് റബ്ബറും നെല്ലും അങ്ങനെയുള്ള എല്ലാ കൃഷികളും നടത്തി ഞങ്ങളുടെ ഒരു കർഷക കുടുംബമായിട്ട് ഞങ്ങൾ അവിടെ ജീവിച്ചതാണ്. എൻ്റെ അപ്പൻ്റെ പേര് പീലിപ്പോസ് എന്നും എൻ്റെ അമ്മയുടെ പേര് ത്രേസ്യാമ്മ എന്നുമായിരുന്നു. അവർക്ക് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. 7 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. അതിൽ ഒരു പെണ്ണുങ്ങളിൽ ഒരാൾ സിസ്റ്ററായി, സിസ്റ്റർ തെയോഫിൻ. 2 പേർ അച്ഛന്മാരായി. അതിൽ പ്രധാനപ്പെട്ടയാളാണ് നമ്മുടെ പ്രിയപ്പെട്ട തുരുത്തിമറ്റം അഗസ്റ്റിൻ അച്ഛൻ. ഞങ്ങൾ 9 മക്കളുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ച് പണിയാനിറങ്ങും. പ്രത്യേകിച്ച് കപ്പ ഇടുകയും കപ്പ പറിക്കുകയും ചെയ്യുന്ന ഒരു മേള തന്നെയായിരുന്നു. ഒരു കപ്പ ചുട്ട് തിന്നാനും പിന്നെ പുഴുങ്ങി തിന്നാനും ഒക്കെയുള്ള ഒരു അവസരമാണ്. എല്ലാവർക്കും ഒരു വലിയ ഒരു ഉത്സവം പോലെയായിരുന്നു ഈ കപ്പ പറിക്കലും കപ്പ നടിയലും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്നുകൊണ്ട് ആ ജീവിതത്തിൻ്റെ ലാളിത്യം കിട്ടുവാനായിട്ട് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. അഗസ്റ്റിനച്ഛൻ അന്ന് ഈ ജോലികളിലൊക്കെ നല്ല മിടുക്കനായിട്ട് ഓടി നടന്ന് എല്ലാത്തിലും പങ്കെടുത്തുന്ന ഒരാളാണ്. അച്ഛന് പണ്ട് തന്നെ സ്കെലിറ്റൻ ശരീരമാണ്. അത് മരണം വരെ അങ്ങനെ തന്നെ തുടർന്നു. ഏതായാലും ഞങ്ങളുടെ ആ ചെറുപ്പകാലത്തെ ആ സഹോദര സ്നേഹമൊക്കെ ഞങ്ങളുടെ ജീവിത വിളിയിലേക്ക് ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെ എല്ലാവരും സഹായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അഗസ്റ്റിൻ തുരുത്തിമറ്റം അച്ഛനുമായി കേവലം 2 വയസ്സിൽ താഴെ മാത്രം പ്രായവ്യത്യാസമുള്ള ഫാദർ ഫിലിപ്പ് തൻ്റെ സഹോദരനെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന സ്മരണകൾ ഏറെ ദീപ്തമാണ്. തീരെ ചെറിയ പ്രായം മുതൽ സവിശേഷമായ ജീവിത വിശുദ്ധി പുലർത്തിയിരുന്ന, ഏറെ നന്മകൾ നിറഞ്ഞിരുന്ന വ്യക്തിത്വമായിരുന്നു കുടുംബാംഗങ്ങൾ കുട്ടായി എന്ന് വിളിച്ചിരുന്ന ജ്യേഷ്ഠൻ അഗസ്റ്റിൻ്റേതെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ഒരിക്കൽ ഞാൻ അവധിക്ക് വീട്ടിൽ പോയപ്പോൾ വീട്ടിലെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. എല്ലാവരുമില്ല, അഗസ്റ്റിനച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ മക്കളെ പറ്റിയൊക്കെ ഓരോ കമൻറ്റ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ ചെറിയ വാക്യത്തിൽ അച്ഛൻ്റെ ജീവിതചരിത്രം മുഴുവൻ ചുരുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ആധ്യാത്മികതയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ പറയാം ദൈവം സ്നേഹമാണ്, ആധ്യാത്മിക ജീവിതത്തിൻ്റെ ചുരുക്കം മുഴുവൻ സ്നേഹമാണ്, വിശുദ്ധിയുടെ ചുരുക്കം മുഴുവൻ സ്നേഹമാണ് നമുക്കറിയാം. അപ്പോൾ അച്ഛനെപ്പറ്റി അച്ഛൻ സ്നേഹമാണ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ ജീവിതം മുഴുവൻ ഏതാണ്ട് ഉള്ളിൽ കണ്ടുകൊണ്ട് പറയുന്ന പോലെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് അച്ഛൻ അന്ന് മുതൽ മരണം വരെ ചെയ്തുകൊണ്ടിരുന്നത്. തൻ്റെ വലിയ പദ്ധതികളുടെ നിർവാഹകനായി അനാദിയിൽ തന്നെ ദൈവം തെരഞ്ഞെടുത്ത് മുദ്രവെച്ച ഫാദർ അഗസ്റ്റിൻ തുരുത്തിമറ്റം എന്ന അഭിഷിക്തൻ തൻ്റെ മേലുള്ള ദൈവനിയോഗത്തെ തിരിച്ചറിഞ്ഞ വഴികൾ വിസ്മയനീയമാണ്. പ്രത്യേകിച്ചും അനാരോഗ്യത്തിൻ്റെയും ഏറെ പ്രതിബന്ധങ്ങളുടെയും നടുവിലും ദൈവം ഹൃദയത്തിൽ നിക്ഷേപിച്ച വെളിച്ചം അദ്ദേഹത്തെ വഴി നയിക്കുകയായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ മിക്കവാറും എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയിരുന്നു. അത് ഏതാണ്ട് 2 കിലോമീറ്റർ അധികം ദൂരമുള്ള ഒരു വലിയ കുന്നിൻ്റെ മുകളിലിരിക്കുന്ന കൊരട്ടിപ്പള്ളിയിലേക്കാണ് പോയിരുന്നത്. ആ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ക്ഷണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ പിള്ളേരായിരിക്കുമ്പോൾ അത്ര വലിയ ഉത്സാഹം കാണിച്ചിരുന്നില്ല. എങ്കിലും അഗസ്റ്റിനച്ഛനും ഞാനും പലപ്പോഴും പോയിരുന്നു. അങ്ങനെ ഒരു ആധ്യാത്മിക പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. അങ്ങനെ ഇരിക്കെ അഗസ്റ്റിനച്ഛൻ്റെ നേരെ മൂത്ത
പെങ്ങള് മറിയം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആൾ 14 വയസ്സിൽ മഠത്തിൽ ചേർന്നു. അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചില വിശുദ്ധന്മാരെ പറ്റിയുള്ള ചില പുസ്തകങ്ങളും മറ്റുമൊക്കെ സിസ്റ്റർ തന്നുവിടാറുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഡാമിയൻ്റെ ചരിത്രം, തെയോഫിനാൻ ബിനാൽ എന്ന് പറഞ്ഞ ഒരാളുടെ ചരിത്രം, ഇതൊക്കെ ഞങ്ങൾ വായിച്ച് ഞങ്ങൾക്ക് വലിയ താല്പര്യമായി. മിഷന് പോകാനൊക്കെ വളരെ താല്പര്യമായി. തുടർന്ന് അധികം താമസിയാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പൻ്റെ നേതൃത്വത്തിൽ സെമിനാരിയിൽ ചേരാനായിട്ട് പോയി. അച്ഛനെ ചങ്ങനാശ്ശേരിയിലെ പെറ്റ് സെമിനാരിയിൽ കൊണ്ടുപോയി ആക്കിയ ശേഷം ഞാനും അപ്പനും കൂടെ മാന്നാനത്തിൽ ചെന്ന് കുവേന്തയിൽ ചെന്ന് അവിടെ ഞാൻ ചേരുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ചിട്ടുള്ള അവസരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്ന് മിഷന് പോകാൻ സാധിക്കാതിരുന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അഗസ്റ്റിനച്ചൻ ഈ സഭയിൽ ചങ്ങനാശ്ശേരി രൂപതയിലും കാഞ്ഞപ്പള്ളി രൂപതയിലും തലശ്ശേരിയിലും താമരശ്ശേരിയിലുമൊക്കെ ചെയ്തിട്ടുള്ള സേവനങ്ങൾ അത്രയധികമാണ്. അത്ര നല്ല മാതൃകാപരമായി ജീവിച്ച് മരിച്ച ഒരു നല്ല വൈദികനായിട്ടാണ് എല്ലാവരും അദ്ദേഹത്തെ കരുതുന്നത്. ചെറുപ്പകാലം മുതൽ തന്നെ അനാരോഗ്യവാനായി കാണപ്പെട്ടിരുന്നുവെങ്കിലും ദൈവികമായ ഒരു ആത്മീയ തീഷ്ണത അദ്ദേഹത്തിൽ ജ്വലിച്ചു നിന്നിരുന്നു. ഒരു വൈദികനായി മാറുവാൻ തീരുമാനമെടുത്ത അദ്ദേഹം കടന്നു ചെന്നത് പാറയിൽ പെറ്റി സെമിനാരിയിലേക്കാണ്. ഞാൻ സെമിനാരിയിൽ ചേരാൻ ചെന്നപ്പോൾ അന്ന് ചങ്ങനാശ്ശേരി രൂപതയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ചങ്ങനാശ്ശേരിയിലെ പാറയിൽ സെമിനാരി മാതാവിൻ്റെ വലിയ പ്രസിദ്ധമായ ഷ്രൈൻ സമയമുള്ള സെമിനാരിയിൽ ചേരാൻ ചെന്നപ്പോൾ എന്നേക്കാൾ ഒരു കൊല്ലം സീനിയറായിട്ട് തുരുത്തിമരത്തിൽ അച്ഛൻ അവിടെ പഠിക്കുന്നുണ്ട്. സെമിനാരിൽ ചേർന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാനായിരുന്നു ഏറ്റവും ചെറുതും പ്രായം കുറഞ്ഞതും. എൻ്റെ സീനിയർ ക്ലാസ്സിൽ തുരുത്തിമരത്തിലായിരുന്നു ഏറ്റവും ചെറുതും പ്രായം കുറഞ്ഞതും. ഈ തുരുത്തിമരത്തിലച്ഛന് അതീവ സമർത്ഥനായിരുന്നു. പഠിക്കാൻ അതീവ സമർത്ഥൻ, പാടാൻ അതീവ സമർത്ഥൻ, സംസാരിക്കാനും സംഘടിപ്പിക്കാനും തീരുമാനമെടുക്കാനും എല്ലാം വലിയ പ്രാഗൽഭ്യമുള്ളൊരു നല്ല സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ വള്ളപ്പള്ളി പിതാവ് അല്ലെങ്കിൽ മറ്റ് പിതാക്കന്മാർ അദ്ദേഹത്തെ റോമിലേക്ക് അയച്ച് പഠിപ്പിക്കുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എങ്കിലും അത് സംഭവിച്ചില്ല. എങ്കിൽ തന്നെ റോമിൽ പഠിച്ചു വന്നവരെക്കാളുമൊക്കെ അറിവും വിവരവുമൊക്കെ അഗസ്റ്റിനസ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. സെമിനാരി വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ ഒരു പ്രാർത്ഥനയുടെ വ്യക്തിത്വമായി അദ്ദേഹം ഉയർന്നു നിന്നിരുന്നു. അനാരോഗ്യമേറെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോഴും മനസ്സ് തളരാതെ ഉറച്ച ബോധ്യങ്ങളോടെ ഏവർക്കും മാതൃകയായി അദ്ദേഹം മാറുകയായിരുന്നു. ചെറുപ്പം മുതലേ പുള്ളി ഒരു ചെറിയ രോഗിയായിരുന്നു. എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ സാധിച്ചിരുന്നില്ല. ദഹനത്തിൻ്റെ പ്രശ്നമാണോ ഇതെന്ന് മുഴുവൻ മനസ്സിലാക്കാൻ പല ഡോക്ടർമാർക്കും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് എവിടെ ചെന്നാലും പ്രത്യേക ഭക്ഷണമേ കഴിക്കാൻ സാധിക്കുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടി യാത്ര ചെയ്യുമ്പോൾ വഴിക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ട് ഹോട്ടലിൽ കയറിയാൽ പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഏത്തയ്ക്ക പുഴുങ്ങിയതും കൊണ്ടേ പോവുകയുള്ളൂ. അത് അദ്ദേഹത്തിന് കഴിക്കാം. അപ്പം അങ്ങനെ ഉള്ള ഒരു ഇതായി. പക്ഷേ എന്താണ് രോഗമെന്ന് പല കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർമാർക്ക് തന്നെ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കാഞ്ഞുകൊണ്ട് അത് അങ്ങനെ അങ്ങ് തുടർന്ന് പോയി. ഇടയ്ക്ക് എനിക്ക് തോന്നുന്ന മേജർ സെമിനാരിയിലായിരിക്കുമ്പോൾ ഏതോ ഒരു ഡോക്ടർ പറഞ്ഞു ഇത് ക്ഷയരോഗമാണെന്നോ മറ്റോ അച്ഛനോട് പറഞ്ഞു. ഏതായാലും പിന്നീട് മനസ്സിലായി അതില്ലായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞത് തെറ്റായിരുന്നത് പിന്നീട് മനസ്സിലായി. എങ്കിലും ഈ രോഗാവസ്ഥ മിക്കവാറും ജീവിതകാലം മുഴുവൻ തുടർന്നു. എന്നും അദ്ദേഹം പഥ്യ ആഹാരങ്ങളാണ് കഴിച്ചിരുന്നത്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. എങ്കിലും എവിടെ ചെന്നാലും പുള്ളി എന്തെങ്കിലുമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിഥേയരെ ബുദ്ധിമുട്ടിക്കാതെ കഴിഞ്ഞുകൂടാനുള്ള ആ ത്യാഗശീലമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അഗസ്റ്റിനസിനെ കുറിച്ച് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് അനാരോഗ്യമാണ്. ആജീവനാന്തം അനാരോഗ്യവാനായിരുന്നത്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കഷ്ടകാലം എന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവം കൊടുത്ത വലിയൊരു കൃപയായിട്ട് ഞാൻ കാണുകയാണ്.
അദ്ദേഹം ഈ സഹനത്തിലൂടെ ഈ അനാരോഗ്യത്തിൻ്റെ അരിഷ്ടതകളിലൂടെ വളർന്ന് ഒരു വിശുദ്ധനായി തീർന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് രോഗികളെ മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവരെ സഹായിക്കാനുമുള്ള ഒരു നല്ല മനസ്സ്, കർത്താവിൻ്റെ അതേ അനുകമ്പ അവതരിപ്പിക്കാനുള്ളൊരു ഒരു പ്രത്യേക സിദ്ധി അദ്ദേഹത്തിന് കൈവന്നിരുന്നു. അപ്പോൾ ആ അനാരോഗ്യം അദ്ദേഹത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു ഞാനിപ്പോൾ അനുസ്മരിക്കുകയാണ്. അപ്പം അച്ഛന് തീരെ സുഖമില്ലാതിരുന്ന ഒരവസരത്തിൽ ഒരു 6ാം പട്ടം കൊടുത്തിട്ട് ഇവർ. അപ്പം അങ്ങനെ വീട്ടിൽ വന്ന് പെങ്ങളുടെ വീട്ടിൽ വന്നാൽ താമസിച്ചു. അപ്പോൾ പെങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് അളിയൻ ഒരു ഓപ്പറേഷനിൽ മരിച്ചുപോയി. അപ്പം അവിടെ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് അച്ഛന് വീട് പണിയാനുള്ള ടെക്നിക്കൊക്കെ അന്നും അറിയാം. അപ്പോൾ അച്ഛന് അതിന് വേണ്ടി ഡയറക്ഷനൊക്കെ കൊടുത്ത് അവിടെ താമസിച്ചു 5-6 മാസം. അപ്പോൾ ഈ വാർക്കടയെന്ന് 2 മുറിയും ഒരു ഫ്രണ്ട് വരാന്തയും കൂടെ ഇങ്ങനെ വാർക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ പരിപാടിക്ക് വാർക്ക എല്ലാം റെഡി, 10-20 പണിക്കാരുണ്ട്. അപ്പോൾ തുലാമാസം സമയമാണ്. അപ്പം പെട്ടെന്ന് മഴക്കാറ് കയറി മഴ പെയ്യും. ഈ വാർക്ക നിന്നതിനൊരു 10 മിനിറ്റ് മുമ്പേ മഴ ഇങ്ങനെ പെയ്യുക ഭയങ്കരമായിട്ട്. അപ്പം എല്ലാവരും പറഞ്ഞു, അച്ഛൻ മഴ പെയ്യുള്ളൂ, എന്ത് ചെയ്യും? അച്ഛൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, മഴ പെയ്യുകയില്ല. പക്ഷേ ആരും വിശ്വസിക്കാതെ ഈ പെയ്യുകയില്ലെന്ന് പറയുന്നത്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് വരുന്നത് മഴ. അപ്പോൾ അങ്ങനെ വന്നപ്പം അച്ഛൻ മുറ്റത്തോട്ടിറങ്ങി മുട്ട നിന്നങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചുരുക്കാൻ പറഞ്ഞാൽ ആ ചുറ്റുപാട് മാത്രം ഒരു തുള്ളി മഴ പെയ്തില്ല. ബാക്കി എല്ലായിടത്തും ഭയങ്കരമായിട്ട് മഴ പെയ്തു. മാർച്ച് 16-ാം തീയതിയായിരുന്നു ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ തുരുത്തിമറ്റമച്ചന്റെ പൗരോഹിത്യ സ്വീകരണം. അന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന ദൈവദാസന്മാർ മാത്യു കാവുകാട്ട് അദ്ദേഹത്തിന്റെ ശിരസിൽ അഭിഷേക തൈലം പൂശി കർത്താവിന്റെ അഭിഷിക്തനാക്കി ഉയർത്തി. തൊട്ടടുത്ത ദിവസം സ്വന്തം ഇടവകയായിരുന്ന എരുമേലി അസംഷൻ പള്ളിയിൽ നവപൂജാർപ്പണവും നടത്തി. വളരെ പ്രത്യേകമായ അനവധി കാര്യങ്ങൾക്കായി ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഒരഭിഷിക്തൻ അങ്ങനെ ജന്മമെടുത്തു. അദ്ദേഹം എല്ലാവർക്കും ഒരു ആധ്യാത്മിക ഗുരുവായിരുന്നു. അദ്ദേഹം പട്ടമേറ്റ് ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ സെമിനാരിയിൽ ആധ്യാത്മിക ഗുരുവായിട്ട് നിശ്ചയിച്ചു. അത് ചങ്ങനാശ്ശേരിയിലെ മൈനർ സെമിനാരി, പാറയിൽ സെമിനാരി എന്നറിയപ്പെടുന്ന അവിടെയാണ്. അപ്പോൾ അപ്പം തന്നെ വൈദിക മിത്രാന്മാരും ഒക്കെ അദ്ദേഹത്തെ കണ്ടിരുന്ന ഒരു ആധ്യാത്മിക മനുഷ്യനായിട്ടാണ്. എല്ലാവർക്കും ഡയറക്ഷൻ കൊടുക്കാൻ പറ്റിയ കാഴ്ചപ്പാടുണ്ടായിരുന്ന, ദൈവചിന്തയുണ്ടായിരുന്ന ഒരു വൈദികനായിട്ടാണ് അന്നത്തെ മിത്രാനും അധികാരികളൊക്കെ കണ്ടിരുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം. അതേ വർഷം മെയ് മാസം മുതൽ തുടർന്നുള്ള 3 വർഷക്കാലം ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛന് ലഭിച്ച നിയോഗം കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി സ്ഥാനമായിരുന്നു. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ഏതാനും കാലം ചങ്ങനാശ്ശേരി പാറയിൽ മൈനർ സെമിനാരിയുടെ വൈസ് റെക്ടർ സ്ഥാനവും സ്പിരിച്വൽ ഫാദർ എന്ന ചുമതലയും അദ്ദേഹത്തിന് അധികമായി നൽകപ്പെട്ടു. എക്കാലവും എല്ലാവരിലും ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്ന, നന്മയുടെയും സ്നേഹത്തിൻ്റെയും ആൾ രൂപമായി അറിയപ്പെട്ട, ഏവർക്കും പ്രിയങ്കരനായിരുന്ന ആ വൈദികനെ അഭിവന്യ കാവുകാട്ടു പിതാവും പ്രത്യേകമായി പരിഗണിക്കുകയും കൂടുതൽ നന്മകൾക്കായി നിയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നെ ഒത്തിരി സ്നേഹിച്ച, എന്നെ പലപ്പോഴും പ്രോത്സാഹിപ്പിച്ച എൻ്റെ ഒരു വലിയ സുഹൃത്താണ് അഗസ്റ്റിൻ തുരുത്തിമറ്റത്തിലച്ഛൻ. ഞാനും അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും കാണുമായിരുന്നു. അപ്പോഴൊക്കെ ഇദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു. വളരെ ആത്മാർത്ഥ സഹോദരങ്ങളെ പോലെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ 2 പേരും ഒരു കാലത്ത് ചങ്ങനാശ്ശേരി രൂപതയിൽപ്പെട്ടവർ. ഒരേ സെമിനാരിയിൽ പഠിച്ചു. പിന്നെ മൈനർ സെമിനാരി, ആലുവ സെമിനാരിയിലേക്ക് അവിടെയും ഒരേ സെമിനാരിയിൽ പഠിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തലശ്ശേരിയിൽ ചേർന്ന് തലശ്ശേരി രൂപതക്കാരായി തീർന്നു.
പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം തിരുവമ്പാടിയിൽ കുടിയേറി, എൻ്റെ കുടുംബം തിരുവമ്പാടിയിൽ കുടിയേറി. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഇടവക്കാരായി തീർന്നു. അങ്ങനെ ആ ഒരു ഇടവക്കാരായി തീർന്നിട്ട് ഒരേ താമരശ്ശേരി രൂപത്തിൻ്റെ മക്കളായി തീർന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒത്തിരിയേറെ ബന്ധങ്ങളുണ്ട്, സഹോദരങ്ങളെപ്പോലെ. തുടർന്നുള്ള കാലങ്ങളിൽ 1961 വരെ അന്നത്തെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പൊടിമറ്റം, കാരികുളം എന്നീ 2 ഇടവകകളിൽ അദ്ദേഹം വികാരിയായി സേവനമനുഷ്ഠിച്ചു. അതോടുകൂടി ആ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാലഘട്ടം സമാപിക്കുകയായിരുന്നു. ജന്മം നൽകി വളർത്തിയെടുക്കുകയും ഉറച്ച ജീവിത ദർശനങ്ങൾ നൽകി മുന്നോട്ട് നയിക്കുകയും ചെയ്ത ഒരു ദേശത്തെ ഇടപെടലുകൾ അവസാനിപ്പിച്ച് പുതിയൊരു നാടിൻ്റെ ഭാഗമായി തീരുവാൻ സമയമടുക്കുകയായിരുന്നു. ഏത് കാര്യത്തിനും തുരുത്തുമരത്തിൽ അച്ഛൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ളത് അവിടെയുള്ള ആളുകൾ പാലിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഏത് പ്രശ്നവുമായിട്ട് വന്നാലും അതിൻ്റെ പരിഹാരം അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു. 1975 കാലമായപ്പോഴേക്കും അച്ഛൻ നടന്നു പോകുന്നത് തന്നെ, അച്ഛനെ കാണുന്നത് തന്നെ ആളുകൾക്ക് ഒരു ആശ്വാസമായിട്ട് അനുഭവപ്പെട്ടിരുന്നു. അദ്ദേഹം വളരെ സത്യസന്ധനും നീതിമാനുമായിരുന്നു. അനീതിയൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയില്ല. വക്രത ഒട്ടും സഹിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഏകദേശം യോഹന്നാൻ മാംദാനെ പോലെ ഒരു സ്റ്റൈലാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വഴികൾ നേരെയാക്കുവാൻ, വക്രതയുള്ളതാക്കുവാനല്ല, യോഹന്നാനാക്കുവാൻ ചെയ്ത് നേരെയാക്കുവാൻ എന്നതാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രമാണം.